മക്കളെ റാത്തല്ല എന്താ പറയുക. ഇപ്പോൾ ഈ വീടിൻ്റെ അവസാനത്തെ വാർപ്പാണ് ഇന്നിട്ടാണ്. മാഷാഅല്ലാ ഈ 2 ചെരുവ് ഏകദേശം ഇത് 7 മീറ്റർ 30 ചെരുവ് ഇങ്ങനെ ഒരു 7 मीटर 50 7 മീറ്റർ 7 മീറ്റർ കിട്ടാം. 3 മീറ്റർ ഇവിടുന്നാണ് ചെരുവ്, അവിടുന്നാണ് താഴത്തേക്ക് ചെരുവ്. അതേപോലെ തന്നെ ഏകദേശം 6 മീറ്റർ ചെരുവുണ്ട്, 5.25 മീറ്ററോളം ചെരുവുണ്ട്. ഈ ഒരു 2 ചെരുവ് മാത്രം വാർക്കാൻ 2 ലക്ഷം റുപ്യ പണിക്കൂലിയും സാധനങ്ങളും എല്ലാം കൂടി ചിലവ് വരും. 2 ലക്ഷം റുപ്യ ചിലവ് വരും. അപ്പോൾ ഞാനെന്താ പറയാൻ കാരണം എന്താ, എനിക്കിത് വേണമെങ്കിൽ പറയാതിരിക്കാം. അപ്പോൾ ഈ കോൺട്രാക്ടർ എടുക്കുന്ന ആളുകളുണ്ട്, കുറേ ആളുകൾ. അപ്പോൾ ശരിക്കും നമ്മളിതിൻ്റെ ഫ്ലാറ്റ് കണക്ക് കൂട്ടിയിട്ട് എന്ത് ചെയ്യും, സ്ക്വയർ ഫീറ്റ് കണക്ക് കൂട്ടിയിട്ട് മേലേക്കുള്ള എത്ര സ്ക്വയർ ഫീറ്റ് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, ഈ സംഭവം കണക്ക് കൂട്ടാതെ എന്ത് ചെയ്യുന്നുണ്ട്, പണി പറയണവരുണ്ട്, സാധനങ്ങൾ അടക്കം പറയണവരുണ്ട്. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്തൊക്കെ ചിലവഴിക്കണം, എത്രയൊക്കെ ചിലവഴിക്കണം, മുതലാളിമാർക്ക് കൊടുത്ത കണക്കുണ്ടാവുമല്ലോ, അല്ലെങ്കിൽ അവർ സാധനം ഇറക്കിയ കണക്ക് നമുക്കും തിരിച്ചു തരും. അപ്പോൾ അത് കറക്റ്റ് ഞാൻ പറഞ്ഞു തരുന്നത് എന്തൊക്കെ സാധനങ്ങൾ ചിലവഴിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യുക, നമ്മൾ ഇത്ര സ്ക്വയർ ഫീറ്റ് ഓപ്പൺ ആണ് ഇത്, പിന്നെ മേലെ സ്ലാബാണെന്ന് പറയാണ്ട് പല ആളുകളും നമ്മളെ ഇന്നെ തന്നെ ബന്ധപ്പെടലുണ്ട്. അതിൽ സ്ക്വയർ ഫീറ്റ് കൂട്ടുമോ, എക്സ്ട്രാ സ്ക്വയർ ഫീറ്റ് കൂട്ടുമോ എന്ന് ചോദിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ തന്നെ ബന്ധപ്പെടലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വളരെ കാൽക്കുലേറ്റ് ഈ സ്ലാബ് കണക്ക് കൂട്ടിയതിന് ശേഷം ഈ സംഭവം ചെരുവ് യഥാക്രമം കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം മാത്രം എടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഒരു ചെരുവ് ഇങ്ങനത്തെ 2 ചെരുവ് അടിച്ച് വാർക്കണേ പണിക്കൂലിന് ഏകദേശം 90 റുപ്യ, വാടക അടക്കം ഏകദേശം 90 റുപ്യ വരും. വാർപ്പടക്കം 90 റുപ്യ 1 ലക്ഷം റുപ്യേൻ്റെ അടുത്തേക്ക് വരും. 2 വാർപ്പ് 2 ഇതേമാർക്കുള്ള പീസ് ഉണ്ടെങ്കിൽ. പിന്നെ അതേപോലത്തെ എക്സ്ട്രാ സ്ലാബ് ഉണ്ട്. ആ കണ്ട ആ ഭൂമി എടുക്കാം, ഡിസൈൻ സ്ലാബ് അവിടെ കണ്ടില്ല. അങ്ങനെ വെച്ചാൽ ഈ വീട്ടിലിതാ, ഈ വീട്ടിലിതാ സ്ലാബ് എക്സ്ട്രാ തള്ളിക്കണതാ. ആ മേലൊക്കെ ഉണ്ടാ ആ കട്ടിങ് ആയിട്ട് അതിനും വരും കേട്ടോ. അങ്ങനെ വാർക്കണമെങ്കിൽ തന്നെ വരും ഏകദേശം ഒരു 10-40 റുപ്യ 50 റുപ്യോളം ചിലവ് വരും. ഏകദേശം ചിലവ് വരും 50,000 റുപ്യോളം ചിലവ് വരും. 2 വരി കല്ല് ഫുള്ള് പടുക്കണം, പിന്നെ അതിൻ്റെ മേലെ സ്ലാബ് ഇടണം, കമ്പി, പിന്നെ വാർപ്പെഴുത്, പണിക്കൂലി, പല്ല വാടക, അതൊക്കെ കൂടി നോക്കുമ്പോൾ എന്ത് ചെയ്യും 50 റുപ്യോളം വരും. ഇതൊന്നും ചില ആളുകൾ എക്സ്ട്രാ കാണും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യാമോ, നേരത്തോടെ പറയണം. ഇനി നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ നമ്മൾ വർക്കാണെങ്കിൽ ഇഷ്ടപ്പെടാതിരിക്കണം, എങ്ങനെയും ചെയ്യാം. പക്ഷേ നിങ്ങളിത് കണക്ക് കൂട്ടാതെ എന്ത് ചെയ്യരുതിട്ട്. കാരണം എന്താ പറയുക, അധിക കോൺട്രാക്ടർമാർ ഈ കടത്തേക്ക് പോകണ ഒരേ ഒരു വിഷയം എന്താ പറയുക, എക്സ്ട്രാ പണിമേലാണ് കടത്തേക്ക് പോക്ക്. എക്സ്ട്രാ പണിയല്ല, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ മേലേക്ക് 150 റുപ്യ കരാറിന്, അതായത് 130 റുപ്യ 150 റുപ്യ 150 160 ആയാലും ആ കരാറ് സ്ക്വയർ ഫീറ്റാണ് പറയും. പക്ഷേ ഈ പണി ഇത്ര വരുന്നത് നമ്മളെന്ത് ചെയ്യൂല, അത് നമ്മൾ ശ്രദ്ധിക്കൂല. പിന്നെ ആൾക്കാർക്ക് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യൂല, നമുക്ക് എക്സ്ട്രാ ചിലവർ തരൂല, ചിലവർ തരും. അപ്പോൾ എന്താ ചെയ്യുക, ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അൽഹംദുലില്ലാഹ് ഇതിന് മുതലാളിക്ക് നമുക്ക് എന്താണോ പറയണത് അതേപോലെ ആക്കാം. പക്ഷേ എല്ലാവരും ഒരേപോലെ ആവില്ല. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കട്ടോ. മാഷാഅല്ലാഹ് ഇതിൻ്റെ മുതലാളിൻ്റെ കുട്ടിയൊക്കെ എന്താണ്, എൻ്റെ വീട് കൂടിയിരിക്കുന്ന കാലത്ത് എന്ത് ചെയ്തതിന് അത്രയും എന്നെ സഹായിച്ചിരിക്കണം. അള്ളാഹു ബർക്കത്തേട്ടെ, വീട്ടിൽ ബർക്കത്തേട്ടെ. ഞങ്ങൾ ഇത്രയും ആൾക്കാർ പണിക്കെന്താ പറയുക, ഈ ചെരുവിന് ഒരു ബുദ്ധിമുട്ടും വരരുതിച്ചിട്ടാണ്. കാരണം ഓൻ എന്നെ അത്ര അങ്ങനത്തെ സഹായിച്ച ആളാട്ടോ. അതുകൊണ്ടാണ് ഒരാളും ഇപ്പോൾ പണിക്കാരനെ നോക്കാൻ എത്ര ആൾ പണിക്കാരുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത്ര ആൾക്കാർ ആവശ്യമില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും ഞാൻ വെച്ചാൽ എന്താ പറയുക, ഒരു പ്രയാസം വരരുതിച്ചിട്ടുള്ള ആരും വരരുത്. അങ്ങനെ നമ്മൾ ഉണ്ടാവലുണ്ട് എല്ലാവർക്കും. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും നല്ല വൃത്തിയിൽ ഇട്ട് കൊടുക്കുക, റേറ്റ് കൂട്ടിയിട്ട് പണി വൃത്തിക്ക് ഇട്ട് കൊടുക്കുക. അതാണ് നമ്മളെ പോളിസിക്ക്, അതാണ് മാണ്ടിയത്. നമ്മൾ പണിക്കൂലി ചെറിയ മാറ്റം വരുള്ളൂ, ഒരു 20,000 30,000 40,000 മാറ്റം വരുള്ളൂ. ഒരു ജീവിതകാലത്തെ മുഴുവൻ സ്വപ്നങ്ങളാണ് എന്ത് ചെയ്യണത്, നമ്മൾ തകർത്ത് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഉണ്ടാവരുത്. ഞാൻ അടക്കട്ടെ, നിങ്ങളോട് അടക്കം പറഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് പറയുന്നത്. ഇൻഷാ അല്ലാഹ് അങ്ങനെ. അപ്പോൾ ഹാപ്പി അല്ല, എല്ലാവരും ഹാപ്പി ആയിരിക്കും. ഓക്കെ.